മാസപ്പടി കേസിൽ ഇ.ഡി. റെയ്ഡിൽ വീണ വിജയന് എതിരെ നിർണായക തെളിവുകൾ. ബിനാമി ഇടപാടുകളിലേക്കും കൂടുതൽ കടലാസ് കമ്പനികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇ.ഡി. വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനൊപ്പം മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കഴിഞ്ഞ ദിവസമാണ് വീണയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നത്. ഇന്നലെ ഒരു പകൽ മുഴുവൻ നീണ്ട റെയ്ഡ് അത് രാത്രി വരെ തുടർന്നു. മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുന്നുവെന്നാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ടി വീണയിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അന്വേഷണം, മാസപ്പടി കേസിലെ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്കും എത്തുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് അത് നീളുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ റെയ്ഡുകൾ പൂർത്തിയാകുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ റെയ്ഡുകൾ നടന്നതെല്ലാം തന്നെ പി എ മുഹമ്മദ് റിയാസുമായി അടുത്ത ആത്മബന്ധമുള്ള ആളുകളിലാണ്, അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ടി വീണയെ പല ഘട്ടങ്ങളിലും 2 തവണയായി ചോദ്യം ചെയ്തപ്പോഴെല്ലാം തന്നെ പറഞ്ഞൊരു കാര്യം, പലതും മുഹമ്മദ് റിയാസിന് മാത്രമാണ് അറിയുക, ചില കാര്യങ്ങളിൽ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞു. ചിലതിൽ മുഹമ്മദ് റിയാസിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നു. അങ്ങനെ പലപ്പോഴും അവ്യക്തമായ മറുപടികൾ നൽകിയപ്പോൾ മുഹമ്മദ് റിയാസിന് കൃത്യമായി കാര്യങ്ങൾ അറിയാമെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു. ഒപ്പം അതനുസരിച്ച് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. നേരത്തെ കോട്ടൂളിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുന്നു. മെയ് 27 നടത്തിയ റെയ്ഡിലായിരുന്നു അന്ന് നിരവധി ഡിജിറ്റൽ രേഖകൾ അടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. അതിൻ്റെ എല്ലാം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇതെല്ലാം ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ്. ഈ പണം, ഇവരുടെ കൈവശം എത്തിയിരിക്കുന്ന പണം, CMR-ൽ നിന്ന് അനധികൃതമായി എത്തിയിരിക്കുന്ന പണം അത് എക്സാലോജിക്കിന് ലഭിക്കുന്നു. എക്സാലോജിക്കിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സാലോജിക്കിന്റെ ഒരേ ഒരു ഉടമയായിട്ടുള്ളത് ടി വീണയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയാണ് അതിന്റെ ഏക ഉടമ എന്ന് പറയുന്നത്. ഏക ഉടമസ്ഥ സ്ഥാപനമായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2,78,00,000 രൂപ ടി വീണയുടെ അക്കൗണ്ടിലേക്ക് പല ഘട്ടങ്ങളിലായി പലപ്പോഴായി വരുന്നുണ്ട്. മാസം 3 ലക്ഷവും 5 ലക്ഷവും എന്ന വ്യത്യസ്ത തുകകളായി, ഒന്ന് കമ്പനിക്കും ഒന്ന് വീണയ്ക്കും എന്ന നിലയിലെല്ലാമാണ് എത്തുന്നത്. അങ്ങനെ എത്തിയ പണം എങ്ങോട്ട് പോയി എന്ന അന്വേഷണമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് നീങ്ങുന്നത്. നേരത്തെ തന്നെ വീണയും മുഹമ്മദ് റിയാസും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം പരസ്പരം കൈമാറിയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കൃത്യമായി തന്നെ അതിന്റെ രേഖകളടക്കം വ്യക്തമായി. അത് ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് നൽകുന്ന പണമാണ് എന്ന രീതിയിലായിരുന്നു വീണ ആ ഒരു ഘട്ടത്തിൽ മറുപടി നൽകിയത്. എന്നാൽ പിന്നീട് വിശദമായി തന്നെ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു. അവിടെ നിന്ന് എങ്ങോട്ടാണ് പണം പോകുന്നത്, മുഹമ്മദ് റിയാസിന് ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിശ്വാസതയോടെ കാര്യങ്ങൾ മുഹമ്മദ് റിയാസ് ഏൽപ്പിക്കുന്ന ആളുകൾ ആരെല്ലാമാണ് തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പിന്നീട് പി നിഖിൽ അടക്കമുള്ള CPM-ന്റെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിൽ അടക്കമുള്ള നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നത്. മുഹമ്മദ് റിയാസിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തുന്നത്. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് ടി വീണയെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒപ്പം 2 തവണ ചോദ്യം ചെയ്തു, 3-മതും ചോദ്യം ചെയ്യുക. ഒപ്പം മുഹമ്മദ് റിയാസിനെ ആദ്യമായി ചോദ്യമുനയിലേക്ക് മുഹമ്മദ് റിയാസും എത്തുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ, മറ്റ് ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നപ്പോൾ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്, മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്ത് മാത്രമായിരിക്കും ഈ മാസപ്പടി കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. കാരണം ഈ ടി വീണയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നതും അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നതുമായ ഒരാളാണ് മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് പി നിഖിൽ അടക്കമുള്ള ആളുകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും, തുടർ നടപടികളിലേക്ക് കടക്കും. ഒപ്പം കടലാസ് കമ്പനികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലൊന്നാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന ടി വീണയ്ക്ക് സഹ ഉടമസ്ഥാവകാശമുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ പല പ്രവർത്തനങ്ങളും ദുരൂഹമായിരുന്നു. പലപ്പോഴും മുൻപേ അറിയിച്ചിരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല. കമ്പനി അതിൽ നിന്ന് മറ്റു പല പ്രവർത്തനങ്ങളിലേക്കും കടന്നു എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കി. പലപ്പോഴും ഇതിന് കൃത്യമായ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. ചില ഓഫീസുകൾ കൃത്യമായ വിലാസങ്ങൾ ഒന്നുമില്ലാതെയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പ്രവർത്തിച്ചിരുന്നത്.
പറയുന്നത്. ഈ കടലാസ് കമ്പനികളെല്ലാം തന്നെ ഇവരുടെ പണമിടപാടുകൾക്കുള്ള ഒരു മറയായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കടലാസ് കമ്പനികൾ, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ പോലുള്ള കടലാസ് കമ്പനികൾ, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾ, ടി വീണയുമായി അടുപ്പമുള്ള ആളുകൾ എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത കൂടുതൽ ചുരുളഴിഞ്ഞു വരുമെന്ന് തന്നെയാണ് ഇ ഡി മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എതിരായ അന്വേഷണം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വീണ വിജയന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ റെയ്ഡ് നടത്തിയത്. അത് മാത്രമല്ല, മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ഉള്ള തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നതോടെ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കർണാകരൻ.